സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ വിഷു കാഴ്ചകളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഈ 2024 വിഷു കാഴ്ചകൾ ചെന്നൈയിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും നിങ്ങൾക്കായി ഗ്രാൻഡ്മ ഒരുക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വരും, നമ്മൾക്ക് ഒരുമിച്ച് ഈ കാഴ്ചകൾ കാണാം. മലയാള മാസം മേടം 1 നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു വരുന്നത്. വിഷുക്കണി ഒരുക്കലും വിഷുഫലം കേൾക്കലും പുതുവസ്ത്രങ്ങൾ വാങ്ങലും കൈനീട്ടം കൊടുക്കലും എല്ലാവരും കൂടിയിരുന്ന് ഒരുമിച്ചുള്ള സദ്യ കഴിക്കലും എല്ലാം വിഷുവിൻ്റെ പ്രധാന ഭാഗങ്ങളാണ്. നല്ല സ്വർണ്ണത്തിൻ്റെ നിറമുള്ള കൊന്നപ്പൂക്കളും അതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്ന വെള്ളരിയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് വിഷുവിന്. ഭഗവാൻ ശ്രീകൃഷ്ണനുമായി വിഷുവിന് പ്രത്യേക അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി വിഷു ആഘോഷിച്ചു വരുന്നു. വിഷുവുമായി ബന്ധപ്പെട്ട് വളരെയധികം ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നാണ് നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷു എന്ന് അറിയപ്പെടുന്നത്. ഇനിയൊന്ന് രാവണൻ്റെ മേൽ രാമൻ നേടിയ വിജയം, അത് ആഘോഷിക്കാനാണ് വിഷു എന്നും പറയപ്പെടുന്നു. പിന്നെ ഒന്ന് പറയുന്നത് രാവണൻ്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ സൂര്യനെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ല. അപ്പോൾ രാവണനെ രാമൻ വധിച്ചതിന് ശേഷമാണ് സൂര്യൻ രാവണൻ്റെ കൊട്ടാരത്തിൽ നേരെ ഉദിക്കാൻ തുടങ്ങിയതെന്നുള്ള ഒരു ഐതിഹ്യം കൂടി പറഞ്ഞു വരുന്നു. അങ്ങനെ വളരെ അധികം ഐതിഹ്യങ്ങളുമായി കെട്ടുപണഞ്ഞു കിടക്കുന്നതാണ് നമ്മളുടെ വിഷു ആഘോഷം. കേരളത്തിൻ്റെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് വിഷു. അതുകൊണ്ട് തന്നെ ധാരാളം പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും എല്ലാം വിഷുവുമായി ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല. തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷി ചാന്ത് സിന്ദൂരം നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരപ്പാതിയും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുക. കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ്. ഐശ്വര്യസമ്പൂർണമായ, അതായത് പ്രകാശവും ധനവും ഫലങ്ങളും ധാന്യങ്ങളും എല്ലാം ചേർന്ന് വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചംക്രമണത്തിലേക്കുള്ള വികാസമാണത്രേ സംഭവിക്കുക. തലേ ദിവസം തന്നെ വിഷുക്കണി കാണാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വയ്ക്കും. ചിലയിടങ്ങളിൽ കുറിക്കൂട്ടും ഗ്രന്ഥവും വെള്ളിപ്പണം ചക്ക മാങ്ങ മുതലായവയും കണിക്ക് വയ്ക്കാറുണ്ട്. കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും പുതിയ കസവുമുണ്ടും അടുത്തുണ്ടാവണം എന്നാണ് പറയുക. കുടുംബത്തിലെ പ്രായമായ സ്ത്രീ രാത്രി കണി ഒരുക്കി ഉറങ്ങാൻ കിടക്കും. പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കും. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി പുറകിൽ നിന്ന് കണ്ണുപൊത്തി കൊണ്ടുപോയാണ് കണി കാണിക്കുന്നത്. കുടുംബാംഗങ്ങൾ എല്ലാവരും കണി കണ്ടാൽ പിന്നെ വീടിൻ്റെ കിഴക്ക് വശത്ത് കണി കൊണ്ടുചെന്ന് പ്രകൃതിയെ കാണിക്കണം. അതിനുശേഷം ഫലവൃക്ഷങ്ങളെയും വീട്ടുമൃഗങ്ങളെയും കണി കാണിക്കുന്നു. കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം എന്നറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ നൽകിയിരുന്ന സ്വർണ്ണ, വെള്ളി എന്നിവയിലുണ്ടാക്കിയ നാണയങ്ങളായിരുന്നു. വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ്, അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം പ്രായമായവർ പ്രായം കുറവുള്ളവർക്ക് നൽകുന്നത്. എങ്കിലും ചില സ്ഥലങ്ങളിൽ പ്രായം കുറഞ്ഞവർ മുതിർന്നവർക്കും കൈനീട്ടം നൽകാറുണ്ട്. ചക്ക വിഭവങ്ങൾ വിഷുവിൻ്റെ പ്രധാന വിഭവങ്ങളിൽ ഒന്നാണ്. ചക്ക എരിശ്ശേരി, ചക്ക വറുത്തത് തുടങ്ങിയ വിഭവങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഇതൊരു കാർഷിക ഉത്സവം കൂടിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വസ്തുവാണ് ചക്ക എന്ന് പറയുന്നത്. പലയിടങ്ങളിലും വിഷു കഞ്ഞി ഉണ്ടാക്കും. ചിലയിടങ്ങളിൽ വിഷുക്കട്ടയ്ക്ക് പ്രാധാന്യമുണ്ട്. വിഷുവുമായി ബന്ധമുള്ള കണിക്കൊന്ന അല്ലെങ്കിൽ കർണികാരം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ മേടമാസം. പക്ഷെ പലപ്പോഴും താഴെയൊന്നും കിട്ടാറില്ല. മുകളിലേക്ക് നോക്കി നമ്മളിങ്ങനെ കൊതിപ്പിച്ചു നിൽക്കും. പല തോട്ടി ഉപയോഗിച്ചും ചാടി കയറിയൊക്കെ എങ്ങനെയെങ്കിലും കുറച്ച്
കണിക്കൊന്ന പൂക്കൾ നമ്മൾ പറിച്ച് എടുക്കാറുണ്ട്. വിഷുവിനോടനുബന്ധിച്ച് അനവധി ആചാരങ്ങൾ കൃഷിയെ സംബന്ധിച്ച് നിൽക്കുന്നു. ചാലിടിൽ, അതായത് പുതിയ കൃഷി തുടങ്ങാനുള്ള ഒരുക്കങ്ങൾ, കൈക്കോട്ട് ചാല്, വിഷുക്കരിക്കൽ, വിഷുവേല, വിഷുവെടുക്കൽ, പത്താമുദയം എന്നിവയെല്ലാം വിഷുവിനോട് സംബന്ധിച്ച് നടക്കുന്ന ആചാരങ്ങളാണ്. മധ്യ തിരുവിതാംകൂറിലെ ചില ക്ഷേത്രങ്ങളിലും കാവുകളിലും വിഷു ഉത്സവം കേമമായിട്ട് ആഘോഷിച്ചു വരുന്നു. വിഷുമാറ്റം എന്നറിയപ്പെടുന്ന ഏകദിന വ്യാപാരം പല സ്ഥലത്തും കണ്ടുവരുന്നുണ്ട്. നമ്മൾ കൈകൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കളും കാർഷിക വിളകളുമാണ് കൂടുതലായിട്ട് ഈ വിഷുമാറ്റം എന്ന ഏകദിന വ്യാപാരത്തിൽ കണ്ടുവരുന്നത്. വിഷു കൂടുതലും കൃഷിയുമായി ബന്ധപ്പെടുന്നതുകൊണ്ട് വിഷുഫലം അറിയാനായിട്ട് കർഷകർ കാത്തിരിക്കും. പലപ്പോഴും പണ്ടൊക്കെ കണിയാനാണ് അത് ഗണിച്ച് പറയുന്നത്. അത് വായിച്ച് ഗണിച്ച് പറയും, എത്ര മഴ കിട്ടും അടുത്ത വർഷത്തേക്ക്, ചൂടെങ്ങനെ ഉണ്ടാവും, അപ്പോൾ അങ്ങനെ അതാണ് വിഷുഫലം. ഇന്നൊക്കെ നമ്മൾ നമ്മുടെ ഹൊറോസ്കോപ്പ്, നമ്മുടെ ജാതകത്തിൽ എന്താണ് ഒരു വർഷത്തേക്ക് പറയുന്നതെന്നാണ് കൂടുതലായിട്ടും കേൾക്കാറുള്ളത്. വിഷുവിന് സമാനമായി നമ്മുടെ ഭാരതമൊട്ടാകെ പലതരത്തിലുള്ള ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ആസാമിലെ ബിഹു, പിന്നെ ബീഹാറിൽ ബൈഹാഗ്, പഞ്ചാബിൽ ഇതേ സമയം ബൈശാഖിയാണ്, തമിഴ്നാട്ടിൽ പുത്താണ്ട് പറഞ്ഞാൽ ന്യൂ ഇയർ ആണ്, കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഉഗാദി, അതായത് യുഗ ആദി, തുടക്കം, ഒരു യുഗത്തിൻ്റെ തുടക്കം, ആണ്ടുപിറപ്പ്. അങ്ങനെ നമ്മുടെ ഭാരതമൊട്ടാകെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ വിഷുവിനെ പറ്റി അങ്ങനെ കുറച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചതിൽ ഗ്രാൻഡ്മയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. പൈസ കൊടുത്ത് വാങ്ങിയതാണെങ്കിലും ചെന്നൈയിലൊക്കെ നമുക്ക് കിട്ടാൻ സാധിക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഗ്രാൻഡ്മ കണി ഒരുക്കിയിട്ടുണ്ട്. തലേ ദിവസം തന്നെ എല്ലാം ഒരുക്കി വെച്ചു, അത് നിങ്ങൾ കണ്ടതാണ്. അത് കഴിഞ്ഞതാ എല്ലാവരും വേണ്ടിയിട്ട് ഓരോരുത്തരായി കണി തൊഴുത് ഇപ്പോൾ നമ്മളിനി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, കുളിച്ചിട്ട് എല്ലാവരും. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി വിഷു. രാവിലെ കണിയെല്ലാം കണ്ടു, ഇപ്പോൾ വേഗം അമ്പലത്തിൽ പോയിട്ട് വരട്ടെ കേട്ടോ. ഈ പ്രാവശ്യത്തെ വിഷുവിൽ മോള് കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അവൾ ഓസ്ട്രേലിയക്ക് പോയിരിക്കുകയാണ് ഒരു അവാർഡ് റിസീവിങ് സെറമണിക്ക് വേണ്ടിയിട്ട്. അവൻ്റെയും കുറച്ച് ക്ലിപ്സ് ഞാൻ വിഷുവിൻ്റെ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം കേട്ടോ. വേഗം ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ഇങ്ങോട്ടല്ലേ? ശരി. വരും. ആ, ഇവന്റെ പല്ല് പോയി. അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങി, ഇനി വീട്ടിൽ പോയിട്ട് അടുത്ത പരിപാടി. കാല് തൊട്ട് തൊഴു അപ്പൂപ്പടെ. അച്ഛനും കൊടുക്കട്ടെ. കളിക്കാൻ പാടില്ല. കാല് തൊട്ട് തൊഴു, കാല് തൊട്ട് തൊഴു. അമ്പലത്തിലൊക്കെ തൊഴുത് വന്നു. ഇനി ചെറിയൊരു സദ്യ ഉണ്ടാക്കണം. മോളില്ലാത്തത് കൊണ്ട് അത്ര ഒരു സുഖമില്ല. അപ്പോൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കാം. ഇത് ഓസ്ട്രേലിയയിൽ പോയിരിക്കുന്ന മോള് സൂര്യ ഹോട്ടൽ മുറിയിൽ ഒരുക്കിയ വിഷുക്കണിയാണ്.
ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ LED ലൈറ്റ്സ്, ഭഗവാന്റെ ഫോട്ടോ, പിന്നെ അവിടെ കിട്ടിയ കുറച്ച് പൂവ് എല്ലാം കൂടെ വെച്ചിട്ട് അവളുടെ വിഷുക്കണി ഒരുക്കി അന്ന് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു. എവിടെ പോയാലും നമ്മൾക്കിടെ ആചാരങ്ങൾ മുറുകെ പിടിക്കാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യം തന്നെ. Stay connected with grandmas always. Spread light and shine wherever you go. Tata, bye bye till we meet again. Lots and lots of love from Grandma